എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന രഹസ്യം പറയൂ. എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് ഞാൻ സുധിച്ചേട്ടനും അറിയാം, എനിക്കും അറിയാം, ആൾക്കാർക്ക് അറിയാം. ഒന്ന് തെളിച്ചു പറയടേ. പക്ഷെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ വാക്കിനെ മാനിച്ചാണ് ഞാൻ ഇതുവരെ ആയിട്ടും അത് പുറത്ത് പറയാതെ. ഇപ്പൊ ആൾക്ക് പോലും താല്പര്യമില്ല അങ്ങനെ. എന്താ ഈ പ്രതിപാദിച്ച ആൾക്ക് പോലും താല്പര്യമില്ല. ആൾക്ക് ഒരു ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്. ആളുടെ പേര് അതാണ്. അത് വേണ്ട, അത് കഴിഞ്ഞ കാര്യമാണ്. എനിക്കും ഒരു ബന്ധവുമില്ല, ആൾക്കും ഒരു ബന്ധമില്ല. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി ചേച്ചിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു കാരണം ആരോപണങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അതുവരെ എന്റെ ഹസ്ബൻഡിന്റെ വാക്കിനെ മാനിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. അങ്ങനെ ഞാൻ തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഒരു മാസത്തിൽ താഴെ മാത്രം ജീവിച്ചു, താല്പര്യമില്ല, മാറി, അത്രേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? വിവാഹം കഴിച്ചിട്ടില്ലല്ലോ അല്ലേ? അതല്ലേ ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഒരു പള്ളിയിൽ വിവാഹം ചെയ്ത നമ്മള് രജിസ്റ്റർ മാരേജ് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണം, ഭാര്യയും ഭർത്താവും. പക്ഷെ അതുപോലും ഇല്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. പിന്നീട് ചേച്ചി ശ്രദ്ധിച്ചിരുന്നു അതിന്റെ അകത്ത് മറ്റൊരു വിവാദം ഉണ്ടായത് എന്താണെന്ന് ശ്രദ്ധിച്ചിരുന്നോ? എന്താണ്? ചേച്ചി വയറ് കാണിച്ചു വേണേ ഞാൻ ഇനിയും അഭിനയിക്കും എന്ന് പറഞ്ഞു. അയ്യോ ദാരിദ്ര്യം. ചേച്ചി അതിനുശേഷം ചേച്ചി ക്ലിയർ ആൻഡ് കട്ടായിട്ട് വയറ് കാണിച്ച് ഒരു ഫോട്ടോ ഇടുകയും അത്തരത്തിലുള്ള അതിന്റെ അടിയിലൊക്കെ എനിക്കൊന്ന് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. സ്വാഭാവികം. അതിനെ എങ്ങനെയാണ് ഇപ്പൊ നോക്കി കാണുന്നത്? എന്റെ ജോലിയുടെ ഭാഗമാണത്. എനിക്ക് എന്റേതായിട്ടുള്ള രീതി കംഫോർട്ടബിൾ അനുസരിച്ച് എന്റെ വയറ് കാണിക്കുന്ന അവസരം വന്ന് ഇനിയും ഞാൻ കാണിക്കും. ജോലിയുടെ ഭാഗമാണ്. ഞാനിപ്പോ മോഡലും കൂടെ ആയതുകൊണ്ട്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അതുപോലെ ചേച്ചി, നമ്മുടെ ഇന്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം ഒരു വ്യക്തി എന്നെ ബന്ധപ്പെടുകയുണ്ടായി. വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര്. അറിയാമോ? എനിക്കറിയില്ല. ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട, സത്യം പറ. സുധിച്ചേട്ടൻ പറഞ്ഞറിയാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു കള്ളമല്ലേ ചേച്ചി? അറിയില്ല. സുധിച്ചേട്ടൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവരെ നേരിട്ട് എനിക്കൊരു ബന്ധവുമില്ല. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടിപ്പില്ലേ? അവിടെ ഒടുക്കത്തൊരു ചോട്ടം. മെസ്സേജ് പണ്ട് മെസ്സഞ്ചറിലൊക്കെ അയച്ചിട്ടുണ്ട് അവര്. ഞാനിപ്പോ പറഞ്ഞ ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന സുധിച്ചേട്ടന്റെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീയെ അറിയത്തില്ല എന്നാണ്. ഞാൻ പൂർത്തീകരിച്ചിട്ട് അറിയത്തില്ല എന്നാണ് ചേച്ചി പറഞ്ഞ. ക്ലിയർ ആൻഡ് കട്ടോടെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ചേച്ചി പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് അയച്ചേക്കുവാണ് മെസ്സഞ്ചറിൽ. നീ എവിടെയെങ്കിലും സുധിച്ചേട്ടന്റെ രണ്ടാം വൈഫാണെന്ന് ഉറപ്പിക്കുന്നില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്കറിയില്ല, ഒന്നും അറിയില്ല അല്ലേ? അവരെ നേരിട്ട് കണ്ടിട്ടുമില്ല, അവരുമായിട്ട് ഫ്രണ്ട്സും അല്ല ഞാൻ. പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? അതത്ര ശരിയായ മറുപടിയല്ല. അവരിപ്പോ ഞാൻ അറിഞ്ഞത് വെച്ച് അവരൊരു കേസ് നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയത്തില്ല. കേസ് നിയമ നടപടി നടക്കട്ടെ. അല്ല, ഇതുവരെ പോലീസിൽ നിന്ന് എനിക്കറിയത്തില്ല, ആരും വിളിച്ചിട്ടില്ല എന്നെ. മാനനഷ്ടത്തിനെതിരെയാണെന്നാണ് എനിക്ക് കിട്ടിയ മാനനഷ്ടം. അതല്ലേ ഞാൻ അവരുടെ പേര് ഇത്രയും നമ്മൾ സംസാരിച്ചു. ഞാൻ അവരുടെ പേര് ഉച്ചരിച്ചോ? ഇല്ല. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അപ്പം ആ സ്ത്രീ ഒരു പോലീസ് കേസ് കൊടുത്തതായിട്ട് ചേച്ചിക്ക് ഇതുവരെ ഒരു പോലീസിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ഷെബിനെ. ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഒരു സ്ത്രീ എനിക്കെതിരെ കേസ് അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് എന്നെ ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അടയ്ക്കട്ടെ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.